പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. അല്പം രാഷ്ട്രീയം പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സമയം വന്നിരിക്കുകയാണ്. പറയാതിരിക്കാൻ പറ്റാത്ത സന്ദർഭമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അത് പറയാതിരുന്നാൽ പറയാൻ പറ്റാത്ത സന്ദർഭം ഭാവിയിൽ വന്നുപോയെങ്കിൽ പറയാൻ പറ്റുന്ന സന്ദർഭത്തിൽ പറയാതിരുന്നതിനെ ചൊല്ലി മനസാക്ഷിക്കുത്തുണ്ടാവും. അതുകൊണ്ട് അല്പം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് വരുന്ന ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട എൻ്റെ വളരെ ചുരുക്കം ചില വാക്കുകളും ഒപ്പം സോഷ്യൽ മീഡിയയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായിട്ടുള്ള എനിക്കിഷ്ടപ്പെട്ടതായിട്ടുള്ള ചില ആളുകളുടെയൊക്കെ പ്രസംഗവും രൂപവും എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയ ചെറിയ വീഡിയോസാണ് കുറച്ച് നാൾക്കെങ്കിലും ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സദയം നിഷ്പക്ഷമായി കേൾക്കുകയും അത് വിലയിരുത്തുകയും ചെയ്യുക എന്ന് അപേക്ഷിക്കുന്നു. എന്താണെങ്കിലും 18ാം ലോക്സഭയിലേക്കുള്ള ഇലക്ഷനാണ് വരാൻ പോകുന്നത്. ഏപ്രിൽ 19 തുടങ്ങി ജൂൺ 1 അവസാനിക്കുന്ന 7 ഘട്ടങ്ങളിൽ നടക്കുന്ന ഇലക്ഷനാണ് വരാൻ പോകുന്നത്. ജൂൺ 7 അതിൻ്റെ ഫലപ്രഖ്യാപനം ഉണ്ടാവും. കേരളത്തിൽ ഏപ്രിൽ 26 നടക്കുന്ന ഇലക്ഷൻ 20 ലോക്സഭാ സീറ്റിലേക്ക് വേണ്ടിയുള്ളതാണ്. എൻ്റെ ഈ വാക്കുകളോ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളോ കണ്ടിട്ടോ കേട്ടിട്ടോ ഈ എൻ്റെ ചുരുക്കം സബ്സ്ക്രൈബേഴ്സിലോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണുന്നവരിലൊക്കെ സമൂലമായി മാറ്റം വരുത്തിക്കൊണ്ട് അവരുടെ വോട്ട് ചെയ്യാനുള്ള ഉദ്ദേശത്തെ ടോട്ടലി മാറ്റം വരുത്താം, അടിസ്ഥാനപരമായ മാറ്റം വരുത്താം എന്ന അബദ്ധ ചിന്തയൊന്നും എനിക്കില്ല. പക്ഷേ ഞാൻ മുൻപ് പറഞ്ഞ പോലെ പറയാനുള്ളത് പറയാതിരുന്നാൽ പറയാൻ പറ്റാത്ത സമയത്ത് പറയാൻ പറ്റുന്ന സമയത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നതിനെ സംബന്ധിച്ചുള്ള കുറ്റബോധം ഒഴിവാക്കാനാണ്. അതിനിഷേധവും അതുപോലെ തന്നെ വിദ്വേഷപരമായ വർത്തമാനങ്ങളൊന്നുമില്ല. ചുരുക്കം ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നുമല്ല, ഇന്ത്യയിൽ ഈ പറഞ്ഞ 18ാം ലോക്സഭയിലേക്കുള്ള ഇലക്ഷനിൽ പ്രധാനമായി 2 ചേരികളാണ് ഇവിടെ മത്സരിക്കുന്നത്. എല്ലാവർക്കും അറിയാം. ഒന്ന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇടതുപക്ഷ ശക്തികൾ, CPM, CPI അടക്കമുള്ള ഇടതുപക്ഷ ശക്തികൾ, അതുപോലെ സോഷ്യലിസ്റ്റ് ശക്തികൾ, അതുപോലെ ദ്രാവിഡ കക്ഷികൾ, DMK പോലുള്ള കക്ഷികൾ ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഇന്ത്യ എന്ന അലയൻസ് മുന്നണി. അവരുടെ പ്രാധാന്യം എന്താണ്? അവരുദ്ദേശിക്കുന്നത് എന്താ? ത്യാഗോജ്വലമായ സമരത്തിലൂടെ നേടിയെടുത്ത വൈദേശിക ആധിപത്യത്തെ കെട്ടുകെട്ടിച്ച് നേടിയെടുത്ത ഇന്ത്യയെ ഇന്ത്യയാക്കി നിലനിർത്തുകയാണ്. പലതരത്തിലുള്ള പോരായ്മകളും ഇത്തരം മുന്നണികൾക്കുണ്ട് എന്നറിയാത്തവനല്ല ഈ ഞാൻ. പലതരത്തിൽ കോൺഗ്രസ്സിന് അതിൻ്റേതായിട്ടുള്ള മൃദുഹിന്ദുത്വപരമായിട്ടുള്ള സംഗതികളുണ്ട്. അതുപോലെ അതിലെ മറ്റു പല മുന്നണികൾക്കും അതിൻ്റെ പോരായ്മകൾ പലതും ഉണ്ടെങ്കിലും ഇന്ത്യയെ നിലനിർത്തിയെടുക്കുക, ഇന്ത്യയിൽ നമ്മുടെ പൂർവികന്മാർ എത്തിച്ചു തന്ന മതേതരത്വവും ജനാധിപത്യവും നിലനിർത്തുക എന്ന അടിസ്ഥാനപരമായ ഏക ഉദ്ദേശം അവർക്കുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അവരിലേക്ക് എൻ്റെ മനസ്സ് പതിയുന്നു. മറ്റൊരു കക്ഷി BJPയും സഖ്യകക്ഷികളുമാണ്. 1984 കേവലം 2 ലോക്സഭാ സീറ്റിൽ നിന്നും അവർ ഇവിടെ 2014 ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് വാജ്പേയിയുടെ ഭരണം ഉണ്ടെങ്കിലും പ്രധാനമായിട്ട് 5 വർഷം തികച്ച ഭരണങ്ങൾ 2014 തുടർന്ന് 2019 അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. 1984 നിന്ന് ഈ 2014 എത്തുന്ന സമയം എന്താണ് അവർ രാജ്യത്തിന് വേണ്ടി ചെയ്തതെന്ന് ഒരുപാട് അവർക്ക് പറയാനുണ്ടാവും. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ഒരു സംസാരം നടന്നുവെങ്കിൽ അയാളുടെ പേര് നോക്കി വിവേചനത്തോടെ വിലയിരുത്തുകയും അയാൾ ഒരു പ്രത്യേക വർഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ അയാൾക്കെതിരെയുള്ള ശരവേഗത്തിലുള്ള പ്രചാരണങ്ങളടക്കം വരാൻ നമ്മുടെ മനസ്സിലേക്ക് ജാതീയതയുടെ വിഷം കുത്തിവെച്ച ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ചുരുക്കി പറഞ്ഞാൽ ജാതിയെയും മതത്തെയും മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഞാണിന്മേൽ കളിയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാഹോദര്യവും നമ്മുടെ ശാന്തിയും നമ്മുടെ സമാധാനവും നഷ്ടപ്പെടാതിരിക്കണം. നമുക്ക് ജാതിയെയും മതത്തെയും പുറത്തു നിർത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ വികസനോന്മുഖമായ കാര്യത്തിൽ ചിന്തിക്കുക. പെരുപ്പിച്ച് കാണിക്കുന്ന ഗ്രാഫുകളല്ല നമുക്ക് ആവശ്യം. ഇന്ത്യയുടെ തെരുവുകളിലൂടെ കണ്ണോടിച്ചാൽ കാണാം. അതുപോലെ തന്നെ പണ്ഡിതരായ വിശാരദന്മാരുടെ വീഡിയോകളും കാര്യങ്ങളും കണ്ടാൽ നമുക്ക് കാണാം ഇന്ത്യയുടെ സ്ഥാനം ഏതെല്ലാം ഭാഗങ്ങളിൽ പിന്നോട്ട് പോയിട്ടുണ്ടോ എന്ന്. ഒരു ദേശസ്നേഹി എന്ന നിലയ്ക്ക് ഇവരുദ്ദേശിക്കുന്ന ദേശസ്നേഹമല്ല, ഇന്ത്യയായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് തീർച്ചയായും ഇന്ത്യ മുന്നണിയിലെ ഇടതുപക്ഷ കക്ഷികളുടെ അനിവാര്യതയും കൂടി ഞാൻ എടുത്തു പറയട്ടെ. എന്തുകൊണ്ടൊന്നും വിശദീകരിക്കില്ല. കൂടുതൽ ധാരാളം വീഡിയോകൾ നിങ്ങൾ ഏവരും കണ്ടിട്ടുണ്ടാവും.
അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യവുമാണ്. നമുക്ക് ജാതിയെയും മതത്തെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഗൂഢമായ ഉദ്ദേശത്തെ സാക്ഷാത്കരിപ്പിക്കാൻ വേണ്ടി നാം അബദ്ധത്തിൽ പോയിട്ട് അത്തരം പാർട്ടികൾക്ക് വോട്ട് ചെയ്യണോ, അതോ ഇന്ത്യ കുറച്ചെങ്കിലും ബാക്കിയുള്ള മതേതരത്വവും ജനാധിപത്യത്തെയും കാത്തുസൂക്ഷിക്കാൻ, അതിലുള്ള പോരായ്മകളെ നികത്തിയെടുക്കാൻ ഈ 5-10 വർഷം കൊണ്ട് മാറ്റിയെടുത്ത വർഗീയ വിഷയങ്ങളെ മുഴുവൻ തിരസ്കരിച്ചുകൊണ്ട് ഇന്ത്യയെ നല്ല വഴിയിലേക്ക് നടത്താൻ ഉപയുക്തമാകുന്ന ആളുകൾ വേണോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം. എൻ്റെ ചുരുക്കം വാക്കുകളും ഒപ്പം ഉള്ള വീഡിയോകളും കാണുക. വിദ്വേഷപരമായിട്ടുള്ള വാക്കുകൾ ഞാൻ ഉണ്ടാവില്ല. തികച്ചും നീചമല്ലാത്ത ന്യായമായ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് എതിർക്കാം, സംസാരിക്കാം, കമൻസ് പുറപ്പെടുവിക്കാം, ഒക്കെ ചെയ്യാം. എന്താണെങ്കിലും ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യം കാത്തുസൂക്ഷിക്കാൻ ഉള്ള ചേരിയോടൊപ്പമാണ് ഞാൻ. അതിന് തക്കതായിട്ടുള്ള വീഡിയോസുകൾ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും കാണുക എന്ന് മാത്രം അഭിപ്രായം വരട്ടെ. ഇതോടൊപ്പം എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ, എൻ്റെ അല്ല, സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കൂടി അറ്റാച്ച് ചെയ്യുന്നു, കാണുക. നമസ്കാരം. 2024 ഈ തെരഞ്ഞെടുപ്പിൽ BJP നേതാക്കന്മാർ ഒന്നാകെ അലറി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കുണ്ട്: ഗ്യാരണ്ടി. എന്താണ് BJP മുന്നോട്ട് വെച്ച ഗ്യാരണ്ടി? അത് നടക്കുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. 2014 മൻമോഹൻ സിംഗ് അധികാരത്തിൽ നിന്നൊഴിയുമ്പോൾ പെട്രോളിന്റെ വില ലിറ്ററിന് 71 രൂപ. അന്ന് ക്രൂഡ് ഓയിലിന് രാജ്യാന്തര മാർക്കറ്റിൽ ബാരലിന് $113. എക്സൈസ് നികുതി വേണ്ട എന്ന് വെച്ച് പെട്രോളിന്റെ വില 72 രൂപയിൽ പിടിച്ചു നിർത്തിയതാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. പക്ഷേ അന്ന് മോദി ആർത്തു വിളിച്ചു, എനിക്ക് 50 ദിവസം തരൂ, പെട്രോളിന്റെ വില ഞാൻ 50 രൂപയാക്കി തരാം. ജനം അത് വിശ്വസിച്ചു, വോട്ട് ചെയ്തു. 50 ദിവസത്തിന് പകരം 3650 ദിവസം ലഭിച്ചു മോദിക്ക്. ഇന്ന് പെട്രോളിന്റെ വില 106 രൂപ, ക്രൂഡ് ഓയിലിന് $83. കഴിഞ്ഞ 10 വർഷത്തിൽ ഒരിക്കൽ പോലും വില കുറയ്ക്കാൻ മോഡിക്ക് കഴിഞ്ഞതേയില്ല. പൊളിഞ്ഞു പാളീസായ BJP സർക്കാരിന്റെ ആദ്യത്തെ ഗ്യാരണ്ടി. 2014 പാചകവാതകത്തിന്റെ വില 410 രൂപ. അന്ന് BJPയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം രൂപപ്പെട്ടു. ഗ്യാസിന്റെ വില കുറയ്ക്കുമെന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തു. അവരത് വിശ്വസിച്ചു, വോട്ട് ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഗ്യാസിന്റെ വില കുറയ്ക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, സബ്സിഡി നിർത്തലാക്കി. വില 1160 രൂപ വരെ എത്തി. പൊളിഞ്ഞു പാളീസായ BJPയുടെ രണ്ടാമത്തെ ഗ്യാരണ്ടി: പ്രതിവർഷം 2 കോടി തൊഴിൽ നൽകാം. ഇതായിരുന്നു അടുത്ത ഗ്യാരണ്ടി. പക്ഷേ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിച്ചില്ല. കാരണം നേർപകുതി തൊഴിലവസരങ്ങൾ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു. അർദ്ധ സർക്കാർ സ്ഥാപനമായ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം അദാനിമാർക്ക് വിറ്റുതെളിച്ചു. അവിടെയും ചെറുപ്പക്കാർക്ക് ജോലി ലഭിച്ചില്ല. രാജ്യത്തെ തൊഴിലേഖകരിൽ 83% യുവജനങ്ങളാണ്. തൊഴിലില്ലായ്മ 2 ദശകത്തിനിടെ ഇരട്ടിയായി എന്ന് 2024 ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ടിൽ പറയുന്നു. ഇനി പട്ടാളത്തിലെങ്കിലും ചേരാമെന്ന് വിചാരിച്ചാൽ അവരെയും 4 വർഷത്തെ കരാർ തൊഴിലാളികളാക്കി മാറ്റി BJP സർക്കാർ. പൊളിഞ്ഞു പാളീസായ സർക്കാരിന്റെ മറ്റൊരു ഗ്യാരണ്ടി: രാജ്യത്തെ കള്ളപ്പണം മുഴുവനും തിരികെ പിടിക്കും, എന്നിട്ട് ഓരോ പൗരന്റെയും പോക്കറ്റിലേക്ക് 15 ലക്ഷം രൂപ ഞാൻ ഇട്ടുതരും എന്ന് അടുത്ത വാഗ്ദാനം. ഒരാളുടെ പോക്കറ്റിലേക്ക് പോലും 15 ലക്ഷം പോയിട്ട് വെറും 15 രൂപ പോലും ഇതുവരെ വന്നിട്ടില്ല. രാജ്യത്തെ മുഴുവൻ കള്ളപ്പണവും തിരികെ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ് 2016 നവംബർ 8 500ന്റെയും 1000ന്റെയും നോട്ടുകൾ നിരോധിച്ചു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നടിഞ്ഞു. RBI പറഞ്ഞത് ഇങ്ങനെ: നോട്ടു നിരോധനം സമ്പൂർണ്ണ പരാജയം, 99% നോട്ടുകളും തിരികെ വന്നു. പൊളിഞ്ഞു പാളീസായ BJPയുടെ മറ്റു 2 ഗ്യാരണ്ടികൾ: 2014 രൂപയുടെ വിനിമയ മൂല്യം $1 62 രൂപയായിരുന്നപ്പോൾ അത് ഞാൻ 40 രൂപയാക്കുമെന്ന് പറഞ്ഞ് മോദി അധികാരത്തിലേറി. ഇന്ന് 84 രൂപ കൊടുത്താലേ $1 കിട്ടൂ. വിനിമയ മൂല്യം 84 രൂപ. പൊളിഞ്ഞു പാളീസായ BJPയുടെ മറ്റൊരു വലിയ ഗ്യാരണ്ടി: രാജ്യത്തെ സ്ത്രീകളുടെ ശക്തിയെ സംരക്ഷിക്കുമെന്നും അവരുടെ ജീവൻ സംരക്ഷിക്കാൻ സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറാണെന്നുമായിരുന്നു മോഡി വിളിച്ചുകൂവിയത്. മണിപ്പൂരിലെ സ്ത്രീകളെ പരസ്യമായി നഗ്നവിചാരണ നടത്തി മാനഭംഗപ്പെടുത്തിയിട്ട് 100 കണക്കിന് സ്ത്രീകൾ കൊല ചെയ്യപ്പെട്ടിട്ട് മോഡി ഒരു വാക്കുപോലും ഈ നിമിഷം വരെ മിണ്ടിയിട്ടില്ല. മണിപ്പൂരിൽ പോയിട്ടേയില്ല. ഗുസ്തിയിലെ ഇന്ത്യയുടെ ഏക വനിതാ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് സാക്ഷി മാലിക് അടക്കമുള്ള 7 ഗുസ്തി താരങ്ങൾ
ബ്രിജ് ഭൂഷൺ തങ്ങളെ പീഡിപ്പിച്ചുവെന്ന് തെരുവിൽ വാവിട്ട് കരഞ്ഞ് സമരം ചെയ്തിട്ട് മോഡി ബ്രിജ് ഭൂഷണെ ചേർത്ത് പിടിച്ചു. ഗുസ്തി താരങ്ങളെ തെരുവിലേക്ക് പുറംകാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞു. പൊളിഞ്ഞു പാളിസായ BJPയുടെ ഗ്യാരണ്ടി. രാജ്യത്ത് വിലക്കയറ്റം നിയന്ത്രിക്കുമെന്ന് പറഞ്ഞു, കുറച്ചില്ല എന്ന് മാത്രമല്ല, പട്ടിണി സൂചികയുടെ കാര്യത്തിൽ രാജ്യം ലോകത്ത് 111 സ്ഥാനത്താണ്. പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും തടയുമെന്നും കർഷകരെ സംരക്ഷിക്കുമെന്നും പറഞ്ഞിട്ട് ഡൽഹിയിൽ സമരം ചെയ്ത കർഷകന്റെ നെഞ്ചിലേക്ക് ബുൾഡോസർ ഇടിച്ചുകയറ്റി മോഡി സർക്കാർ. ഭീകരരെ വെടിവെക്കുന്നത് പോലെ കർഷകരെ വെടിവെച്ച് വീഴ്ത്തി. ഞങ്ങൾക്ക് അഴിമതിയില്ല എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രൽ ബോണ്ടിലൂടെ ഭാരതം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ ഉടമസ്ഥാവകാശികളായി മാറി BJP. EDയെ വിട്ട് കമ്പനികളെയും വ്യക്തികളെയും റെയ്ഡ് ചെയ്യുക, അതിനുശേഷം സെറ്റിൽ ചെയ്യുക. BJPയുടെ പാർട്ടി ഫണ്ടിലേക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി 100 കണക്കിന് കോടികൾ വാങ്ങിക്കൂട്ടുക. അഴിമതി പണം വാങ്ങി പോക്കറ്റിലിട്ട് അഴിമതിക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന മോദി ഭരണകൂടം. ഇനി പറ, മോദി പറയുന്ന ഗ്യാരണ്ടി ഫേക്ക് എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് നാവുണ്ടാവില്ലേ? നമ്മുടെ ജീവിതത്തിനും ജീവനുമല്ലേ ഗ്യാരണ്ടി വേണ്ടത്? അതാരു തരും? BJPക്ക് അത് നൽകാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ 10 വർഷങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. സത്യസന്ധമായി സ്വയം വിലയിരുത്തുക.